ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്രൈഡൽ വർക്കിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് റിസപ്ഷൻ ലുക്കിനാണ് നമ്മളിപ്പോൾ പോകുന്നത്, വർക്കിനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 10:30 ആകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഇരിഞ്ഞാലോടേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ തൃപ്രയാറാണ് കേട്ടോ വർക്ക്. തൃപ്രയാർ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അവിടെ നിന്ന് കുറച്ച് പോകണം, വലപ്പാട് എന്നാണ് കേട്ടോ പറയും. അപ്പം ഞാൻ മീനുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ വർക്കിന് പോണത്. മീനും സന്ധ്യച്ചും ഉണ്ട് കേട്ടോ. അവർ രണ്ടുപേരും എൻ്റെ കൂടെ വർക്കിന് വരുന്നുണ്ട്. അപ്പോൾ അവരെ കാണാനുള്ളൊരു സന്തോഷം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ തൃപ്രയാർ എത്തിയപ്പോൾ എനിക്ക് നല്ല പണി കിട്ടി. അവിടെ പാലത്തിൻ്റെ അടിക്കൂടെയുള്ള വഴിയിൽ എന്തോ പണി നടക്കുന്നുണ്ട് അവിടെ. അത് കാരണം ഞാൻ നടക്കേണ്ടി വന്നു, വണ്ടികളൊന്നും പോകണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് അമ്പലം വരെ നടന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഈ ബാഗും ഒക്കെ തോളത്തിട്ടിട്ട് എന്താ പറയുക, നല്ല പുറം വേദനയായിരുന്നു കേട്ടോ. ഞാനച്ച ട്രോളി എടുത്തില്ല, രണ്ടും കൂടി എനിക്ക് മഴയല്ലേ, ഞാനച്ച കൊട എടുത്തില്ലേ ഗൈസ്, അതാണ് എനിക്ക് പറ്റി തെറ്റി. പിന്നെ കൊട എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാൻ എനിക്ക് കുറച്ച് റിസ്ക് ആവും. ഞാൻ കാരണം ബസ്സിലാണ് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ മീനുവിൻ്റെ വീടെന്ന് പറയുമ്പോൾ ഒരു പാടത്തിൻ്റെ അടുത്താണേ, കുറച്ച് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അവിടെ മീൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ സന്ധ്യേച്ചിനെ കാത്തു നിന്ന് കുറേ വിളിച്ച ആൾ ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ച് പോന്നു കേട്ടോ. എൻ്റെ പിന്നാലെ തന്നെ ആൾ എത്തിട്ടോ. അതാണ് രസം. ഞാൻ അവിടെ നിന്ന് ഓട്ടോ ഇറങ്ങിയപ്പോൾ എൻ്റെ ബാക്കിൽ സ്കൂട്ടിയിൽ സന്ധ്യേച്ചി വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ സന്ധ്യേച്ചിക്ക് പട്ടിക്കുട്ടീനെ ഭയങ്കര പേടിയാണ്. ഇത് മീനുവിൻ്റെ സോയ്ക്കുട്ടിയാണ് കേട്ടോ. സോയ്ക്കുട്ടി ഭയങ്കര ക്യൂട്ടുമാണ്, നല്ല എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ. ആൾ നമ്മളെ കാണുമ്പോഴേക്കും വാലാട്ടി വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് അവിടെ നിന്ന് ഊണെന്ന് പറയുമ്പോൾ മീനു തലേദിവസം ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ചെറിയ രീതിയിലൊന്ന് ടച്ചപ്പൊക്കെ നടത്തി ഞങ്ങളിതാ പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഓട്ടോ മീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി വർക്കിന് പോവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ വലപ്പാട്ടൊക്കെയാണ്, വലപ്പാട് അല്ലേ, അങ്ങനെയാണ് പറയുക സ്ഥലത്തിന്. എനിക്ക് ഈ തൃപ്രയാർ വശത്ത് അധികം പരിചയമില്ല, ആദ്യമായിട്ടാണ്. അത് കാരണമാണ് ഞാൻ അവരുടെ കൂടെ പോകണം. അവർക്ക് അറിയാവുന്നൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു ടയേർഡായിട്ട് വന്നതല്ലേ നമ്മുടെ ബ്രൈഡ്. അപ്പോൾ ഞാൻ ഒരു ഷീറ്റ് മാസ്ക് വെച്ച് കൊടുത്തു. നല്ല കൂളിംഗ് ആണ് കേട്ടോ ഈ ഒരു ഷീറ്റ് മാസ്ക്. ധാരങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടാൻ പറ്റി ഇട്ടുതരാം കേട്ടോ. അപ്പോൾ എനിക്ക് ഹെയറൊക്കെ മീനും അതുപോലെ സന്ധ്യച്ചും കൂടി ക്രിമ്പ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഫേസ് മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യാമല്ലോ. അപ്പോൾ ഞങ്ങളൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്, അത് മിനിമൽ മേക്കപ്പ് ലുക്കും അതുപോലെ സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് പറഞ്ഞേക്കണം. കാരണം കാലത്തെ ഒന്ന് ഹെവി ആയിരുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു മിനിമൽ മേക്കപ്പ് ലുക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു ലെഹങ്ക, ലാച്ച ലെഹങ്ക എന്നൊക്കെ പറയാം, അത് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ, ഒരു ബ്ലൂ കളർ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്തത്. പിന്നെ പിരികെന്താ അധികം അങ്ങനെ ഫില്ല് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല, അത് അധികം ഇതാക്കണം, ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതായി ചെയ്ത് കൊടുത്തു. പിന്നെ സ്കിൻ ടോൺ മേക്കപ്പാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കണത്. അപ്പോൾ ഐ മേക്കപ്പ് ആൾക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഡാർക്ക് ആവാനും പാടില്ല, എന്നാൽ അധികം ലൈറ്റ് ആവാനും പാടില്ല, അങ്ങനെ ഒരു ലുക്ക്. അപ്പോൾ അത് എൻ്റേതായ ഒരു എന്താ പറയുക, ഐ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ ലാസ്റ്റ് ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ പറയണേ. അത് കഴിഞ്ഞിട്ടാ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഭയങ്കര വർത്താനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 3 പേരുള്ള കാരണം തന്നെ അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യം വർക്കിന് പോയപ്പോൾ. ഇനി നമുക്ക് 28-ാം തീയതി വീണ്ടും വർക്കുണ്ട് കേട്ടോ, തൃപ്രയാർ തന്നെ. അതൊരു എൻഗേജ്മെൻറ്റ് ലുക്കാണേ. അപ്പോൾ ഞാൻ പോകുമ്പോൾ വീണ്ടും വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഫോറെവറിൻ്റെ എന്താ പറയുക ഫൗണ്ടേഷനും കാര്യങ്ങളാണ് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ എന്താ പറയുക, ആദ്യമായിട്ട് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഫോറെവറിൻ്റെ. പിന്നെ ഏതൊരു ഫൗണ്ടേഷൻ ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന രീതി, അത് ബ്ലെൻഡ് ചെയ്യണ രീതിയിലിരിക്കും നമ്മുടെ മേക്കപ്പിൻ്റെ ഫിനിഷിങ്. അത് നമ്മളിപ്പോൾ എത്ര ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ആയാലും നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഒരു ഐഡിയ ഉണ്ട്, നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റ് എടുക്കണം, അതിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ലുക്ക് എന്ന് പറയുന്നത്, ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലിപ്പ് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനറാണ്. അടിപൊളി ലിപ്പ് ലൈനർ കേട്ടോ, അടിപൊളി ഷെയ്ഡാണ്. അപ്പം നമ്മളെപ്പോഴും ലിപ്പ് വരയ്ക്കുമ്പോൾ ലിപ്പ് ലൈൻ വരച്ചിട്ട് ആ ലിപ്പ് ലൈനർ കൊണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യും കേട്ടോ ലിപ്പ്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിലെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഫേസസ് കാനഡയുടെ ഒരു എന്താ പറയുക, ഒരു അടിപൊളി ഷെയ്ഡ് ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആ ഒരു ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്ലോസി ലുക്കാണ് ലിപ്പിന് കൊടുത്തത്. അപ്പോൾ പിന്നെ ആൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഒരുപാട് ബ്ലഷ് വേണ്ടാന്ന്.
അപ്പം നമ്മൾ ലൈറ്റായിട്ടുള്ള ഒരു ബ്ലഷാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ നാർസിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെയും ലിങ്കോ അല്ലെങ്കിൽ ഏതാണ് ഷെയ്ഡെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കുറച്ച് പേരെ ഡൗട്ടാണ് എത്ര മുതലാണ് ബഡ്ജറ്റ് സ്റ്റാർട്ടിങ്, അതുപോലെ എൻഗേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 8,000 തൊട്ടാണ് സ്റ്റാർട്ടിങ്. ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്. തൃശ്ശൂർ ജില്ലയിലാണ് 8,000. അത് അതിന് പുറമേ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രാവൽ ചാർജ് കൂടി വരും കേട്ടോ. പിന്നെ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ടിങ് 12K തൊട്ടാണ് കേട്ടോ, 12,000 രൂപ മുതലാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മിനിമൽ മേക്കപ്പ് ലുക്കാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ, HD, സ്ട്രോങ് പ്രൂഫ് അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടി. അപ്പോൾ ആരെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പറോടൊക്കെ അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ബ്യൂട്ടീഷ്യൻ്റെ ഇഷ്ടത്തിനാണ് മേക്കപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് മേക്കപ്പ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ചിലർ പറയാറുണ്ട് ആ മേക്കപ്പ് ചെയ്ത പോലെ തോന്നാറില്ലല്ലോ, എന്തിനാ പിന്നെ മേക്കപ്പ് ചെയ്തെന്നൊക്കെ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവരങ്ങനെ പറയണു, നമുക്ക് പൈസ തരുന്നുണ്ട് അവർ, പക്ഷെ അവർക്ക് ആ മേക്കപ്പ് വേണ്ട, ഇങ്ങനെ മതി എന്ന് പറയുമ്പോൾ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ചില ഫോട്ടോസ് ഇടുമ്പോൾ ചോദിക്കാറുണ്ട് ഇതിൽ മേക്കപ്പ് ചെയ്ത പോലെ തോന്നണില്ലല്ലോ എന്ന്. നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫേസ് മേക്കപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സന്ധ്യച്ചും മീനും കൂടി നമുക്കൊന്ന് ഹെയർ കേൾ ചെയ്ത് തന്നു കേട്ടോ. പകുതി അങ്ങോട്ട് കേൾ ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ 2 സുന്ദരികൾ അവിടെ കേൾ ചെയ്യേണ്ട മാറിയിട്ട്. അപ്പോൾ മീനു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം മീനുവിന് ഈ ഒരു വർക്കിന് വരുമ്പോൾ ആൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആവുമല്ലോ, കണ്ടിട്ടും എല്ലാം. അപ്പോൾ മീനുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാനായിട്ട്. ആൾക്കെല്ലാം കുറിച്ച് നല്ല ധാരണയുണ്ട്. എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. 2 പേരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ നമ്മുടെ ബ്രൈഡും അതെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബ്രൈഡിൻ്റെ ആ ഒരു കമ്മലാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അപ്പോഴേക്കും അവിടെ ചേട്ടൻ്റെ അമ്മ ചായ വേണോ, അങ്ങനെ വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ നേരം വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമൃതയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കും ആളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു സെൽഫിയും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. അമൃതി അതേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ ഒരുങ്ങി ചെന്നപ്പോൾ ചെക്ക ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, അതാണ് നല്ല രസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളതിനെ ഇവിടുന്ന് അവരെ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ താറിലാണ് ഗൈസ് പോയത്. ഞങ്ങൾ താറിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നത് വഴിക്കോടെയൊക്കെ പോകുന്നത് കാണുമ്പോൾ ഒരു പ്രാവശ്യങ്ങളിൽ അതിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ താറിൽ പോയി. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങളുടെ മുഖത്ത് കാണാം, എൻ്റെ മുഖത്ത് പ്രത്യേകിച്ചും കാണാം. എന്താ പറയുക, ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ട് അതിലിരിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടെ നിന്ന് നേരെ മീനുവിൻ്റെ വീട്ടിലേക്ക് പോകും, കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് സന്ധ്യച്ച് തന്നെ പോണ വഴി എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. നല്ല മഴ വരുന്നുണ്ട്. മഴയിൽ ഇപ്പോൾ പെടുമെന്നറിയില്ല, പക്ഷേ മീനൂര് വീടെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകാനായിട്ട് ഞാൻ കുറച്ച് പാടുപെടി, ഞാൻ കൊണ്ടെടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കോഫി ഹൗസിൽ കയറി ഒരു ചായയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണേന് ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇനി എന്താ പറയുക വീട്ടിലേക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായി. മഴ വരുമ്പോഴേക്കും ഞങ്ങൾ വീടെത്തട്ടെ. ബൈ.